വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ഇങ്ങ് വന്നെത്തി. ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ വ്ളോഗാണ് ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഈസ്റ്റർ കുക്കിങ് തുടങ്ങുവാണ്. ഇന്നിവിടെ നമ്മൾ സാറ്റർഡേ മോർണിംഗ് പള്ളിയിൽ പോയിട്ട് വന്നാണ്. നമ്മൾ ഈവനിങ്ങിൽ പള്ളിയിൽ പോയിട്ട് വന്ന് നമ്മൾ ഈവനിങ്ങിൽ കുക്കിങ് തുടങ്ങുകയാണ്, ഈസ്റ്ററിൻ്റെ കുക്കിങ്. അല്ല നമ്മൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല, പിന്നെ നമ്മൾ ടയേർഡാകും. കാരണം ഏർലി മോർണിംഗിലാണ് ഈസ്റ്ററിൻ്റെ ശുശ്രൂഷ കുർബാനയൊക്കെ 5 o'clock തുടങ്ങും. പിന്നെ പോയിട്ട് വരുമ്പോൾ നമുക്ക് ടയേർഡായി, പിന്നെ കുക്കിംഗ് നടക്കത്തില്ല. അപ്പം ഞാൻ ഇന്ന് സാറ്റർഡേ കുറേ കുക്കിംഗ് എല്ലാം ചെയ്ത് വെക്കും, ബാലൻസ് പള്ളിയിൽ നിന്ന് വന്നിട്ട് ചെയ്യും. എനിവേ നമുക്ക് പള്ളിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് ഡിന്നർ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കുക്കിംഗ് തുടങ്ങാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാനായിട്ടുള്ള വെള്ളം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഉപ്പും ഓയിലും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് സോക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ റൈസ് റെഡിയായിരിക്കുകയാണ്. ഇത് ബസ്മതി റൈസ് 45 മിനിറ്റ്സ് ഞാൻ സോക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഇതിൻ്റെ ടപ്പേന്ന് 10 to 15 മിനിറ്റ്സിൽ കുക്കാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഹോൾ ചിക്കൻ ഇവിടെ റെഡിയായിരിക്കുന്നു. നമുക്ക് നന്നായിട്ടത് കട്ട് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഫ്രൈഡ് റൈസിൽ ഇടാനായിട്ടുള്ള വെജിറ്റബിൾസാണ് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ, ക്യാബേജ് ഇവിടെ ഉണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ബീൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഫുൾ കുക്കാകണ്ട, ഒരു 75-80% കുക്കാകുമ്പോഴേ നമ്മൾ സ്ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ഓവർ കുക്കായി പോവും. ബസുമതി റൈസ് എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് കുക്കായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ട്രെയിൻ ചെയ്യാൻ പോവാണ്. ഒരു 75% കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാനൊരു ഫോയിൽ ട്രേയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഊർന്നെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് ഫോയിൽ ട്രേക്കകത്ത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുള്ള ചിക്കൻ കറിക്കുള്ള ചിക്കൻ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇവിടെ ഒനിയൻ നല്ലതായിട്ട് വഴറ്റിയേ, ഒനിയൻ ജിഞ്ചർ ഗാർലിക് എല്ലാം വഴറ്റി. അതിനകത്ത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെന്തോ ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. ഉപ്പെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ ഇന്നലെ മാറിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതാണ്. അതിൻ്റെ കൂടെ പിന്നെ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പം നമ്മളിത് വെതറൊക്കെ നല്ലതാണെന്ന് ഔട്ട് സൈഡിലാണ് കുക്ക് ചെയ്യുന്നത്, നമ്മുടെ പുറത്ത് ഉള്ള ഗ്യാസിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ നേരത്തെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പിടിച്ചിരിക്കുന്ന കേട്ടോ, സെയിം ബൗളിലോട്ട് എടുത്തുകൊണ്ടാണ് സൈഡിൽ അങ്ങനെ കാണുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി ഒന്ന് മൂടി വെക്കാൻ പോകണം, ഇന്ന് കുക്കാകട്ടെ. ആ കുക്കാകുന്ന സമയം കൊണ്ട് എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് നമ്മുടെ ഫ്രൈഡ് റൈസിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്യാബേജ്, പിന്നെ ബീൻസ്, ക്യാരറ്റ്, നമ്മുടെ ക്യാപ്സിക്കം, ബെൽ പെപ്പർ, പിന്നെ ഞാൻ സ്പ്രിംഗ് ഒനിയൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അതിനകത്തുള്ളതല്ല, ടൊമാറ്റോ അതിനകത്തുള്ളതല്ല, അത് എനിക്ക് ചിക്കനകത്തിടാനുള്ളതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് കഴുകണം, പിന്നെ നമുക്ക് കട്ട് ചെയ്യണം.
അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഞാൻ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു വോക്കിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ വോക്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്, മിക്സ് ചെയ്യാനും ഒക്കെ എളുപ്പം. ഇങ്ങനത്തെ ഒരു കടായിലുണ്ടാക്കുന്നതാണ്. നമ്മൾ സാധാരണ പാനിനകത്ത് ഉണ്ടാക്കി അത് ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളൊരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ സ്ക്രാമ്പിൾഡ് എഗ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്ഗിനെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി. പിന്നെ അതേ കടായി തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ കട്ട് ചെയ്തിരുന്ന ഗാർലിക് ആഡ് ചെയ്യുവാണ്. 1/2 കപ്പ് ഗാർലിക്, 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട്. ഇത് ഞാൻ കാണിച്ച ഓൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ക്യാബേജ്, ക്യാരറ്റ്, ബെൽ പെപ്പർ, നമ്മുടെ ക്യാപ്സിക്കം, പിന്നെ ബീൻസ് എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, അല്ലാതെ ഓവർ കുക്കാക്കുകയൊന്നും വേണ്ട. ഇതിപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഈ ഫ്രൈഡ് റൈസ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ അടുത്തടുത്ത് വെക്കണം. നമുക്ക് നോക്കി നടക്കാൻ സമയമില്ല. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഈ വെജിറ്റബിൾസും സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 സ്പൂൺ സോയ് സോസ്, പിന്നെ ഒരു 2 സ്പൂൺ ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 or 3 സ്പൂൺ ചില്ലി സോസ് നമ്മുടെ എരിവിനനുസരിച്ച്. ഞാനിവിടെ സോയ് സോസ് ആൻഡ് ചില്ലി സോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ മതി. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസിന് കൂടുതൽ വൈറ്റ് കളർ കിട്ടണമെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യാൻ പോവാണ്. ഈ സ്പ്രിംഗ് ഒനിയൻ നമ്മുടെ ഫ്രൈഡ് റൈസിന് മസ്റ്റാണ്. കാരണം ഇത് നല്ലൊരു ഫ്ലേവർ തരുന്ന ഐറ്റമാണ് സ്പ്രിംഗ് ഒനിയൻ. അതുകൊണ്ട് ഇത് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്നെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഓർ 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഈ ചോറ് കുഴഞ്ഞു പോകാതെ പൊട്ടിക്കുഴയാതെ നോക്കണം. അതിനായിട്ട് നമ്മുടെ വുഡൻ സ്പൂൺ കൊണ്ട് വേണം മിക്സ് ചെയ്യാൻ. പിന്നെ നന്നായിട്ട് മിക്സായെന്ന് ഉറപ്പ് വരുത്തണം. എല്ലായിടത്തും നമ്മുടെ വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ ആയി ചോറും ഇതെല്ലാം ഒരേ കളറായെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് ചില്ലി ചിക്കൻ സാധാരണ ഒരു കോമ്പിനേഷനായിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എൻ്റെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറിയാണ്. ഇനി എനിക്ക് ഫ്രൈഡ് റൈസിനെ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് ഈ ചിക്കൻ കറിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈസ്റ്ററിന് അതാണ് ഉണ്ടാക്കിയത്. ഫ്രൈഡ് റൈസ് ആൻഡ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കറിയും, പിന്നെ നമ്മുടെ അപ്പമുണ്ട്, ബീഫ് കറിയുണ്ട്, പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പോൾ ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾ കൂടുതലായിട്ട് ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് സിലറി, പിന്നെ കോളിഫ്ലവർ,
ഗ്രീൻ പീസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈസ്റ്ററിൻ്റെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി, പിന്നെ ജോലിക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകണം, അതിനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് മുട്ടക്കറിയാണ്. അപ്പത്തിനൂടെ മുട്ടക്കറി. പിന്നെ നമ്മളിവിടെ ബീഫ് കറി ഉണ്ടാക്കി. ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇവിടെ സൺഡേ മോർണിംഗ് 4 o'clock ആയേ ഉള്ളൂ. ഞങ്ങൾ ചർച്ചിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. അപ്പോൾ 5 o'clock ചർച്ച് തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ഗെറ്റിംഗ് റെഡി ഫോർ ഈസ്റ്റർ. പെട്ടെന്ന് റെഡിയായി ചർച്ചിൽ പോകാം. അപ്പോൾ റെഡിയാകാൻ തുടങ്ങും. ഞങ്ങൾ ചർച്ചിലേക്ക് പോവുകയാണ്. നേരെ മമ്മിയുടെ വീട്ടിൽ പോയി മമ്മിയെ പിക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ മഴയുണ്ട് ഇന്ന് രാവിലെ. വഴിയിലൊന്നും ആക്സിഡൻ്റൊന്നും ഇല്ലായിരുന്നാൽ മതി. ഇന്നലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിൽ 2 സ്ഥലത്ത് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വേറെ റൂട്ടൊക്കെ എടുത്താണ് ഇന്നലെ പള്ളിയിൽ പോയത്. ഇന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നേരെ മമ്മിയെ പിക്ക് ചെയ്ത് പള്ളിയിലേക്ക് പോകാം. അങ്ങനെ പള്ളിയിലെ ഈസ്റ്ററിൻ്റെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ബീഫ് പിക്കിളിൻ്റെ സെയിലുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. മമ്മി വരുന്നുണ്ട്, കാറ്റ. അങ്ങനെ മമ്മി പുതച്ചുകൊണ്ട് വരിക. മമ്മിയുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂവുണ്ട്. എൻ്റെ മമ്മിയുടെ നെയ്ബേഴ്സാണ്, അവരുടെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ഫ്ലവറുണ്ട്. എൻ്റെ ബാക്കിലൊരു ഫ്ലവറുണ്ട്. ഇവിടെ ഒരു പിങ്ക് റോസ ഇഷ്ടംപോലെ ഫ്ലവറാണ്. ഒത്തിരി പോയി. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലവറായിരുന്നു. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞു. ഒരു അടിപൊളി ഈസ്റ്റർ ആയിരുന്നു. പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്നു. അപ്പം, ബീഫ്, മുട്ടക്കറി, അതൊന്നും വേണ്ടാത്തവർക്ക് വെജിറ്റബിൾ കറി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇനിയും നമ്മളിവിടെ സൺഡേ ഈവനിങ് ആയി. ഞങ്ങളിനി കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെയാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാം കൂടി അവിടെയാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലിങ്ങനെ താങ്ക്സ് ഗിവിങ്, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. അപ്പം നമ്മൾ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ പോവാണ്. ഞങ്ങളിങ്ങനെ കസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു, ഇപ്പം ഇനി അതെല്ലാം മാറി. ഇതൊരു ഫേമസ് ചർച്ചാണ്. TV ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ഞങ്ങൾ ഇവിടെ എത്താറായി. ഇച്ചിരി വെയിലുണ്ട്. സൺ കറക്റ്റ് ഇങ്ങോട്ട് അടിക്കുകയാണ്. ഇതാന്ന് തോന്നുന്നു ഒത്തിരി കാറുകളെല്ലാം കിടപ്പുണ്ട്. നമ്പറുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങ് വന്നെത്തി. ഇതാണ് വീട്. ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ എത്തി. 6:45 ആയി. ഞങ്ങൾ പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ പോട്ടെ. മമ്മി ബെല്ലടിക്കുന്നു, ഡോർ ബെൽ. അങ്ങനെ ഞങ്ങൾ കസിൻ്റെ വീട്ടിലെത്തി. എല്ലാവരും വന്ന് ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയി. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ടറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പിറ്റൈസർ ഇവിടെ ചിക്കൻ 65ഉം കുറേ നാച്ചോസും കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിള്ളേർ എഗ് ഹണ്ടിങ് ചെയ്തതിൻ്റെയാണ്. ഈസ്റ്റർ എഗ് ഹണ്ടിങ്ങിൻ്റെ എഗ്ഗ് അവിടെ വീണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ഡിന്നറിനാണെങ്കിലും ഇഷ്ടം പോലെ ഫുഡുണ്ട്. ലാമ്പിൻ്റെ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ബീഫ് ഫ്രൈ, പിന്നെ അപ്പം വേണ്ടാത്തവർക്ക് പൊറോട്ട, പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും പെട്ടെന്ന് പോകുകയോ, കാരണം പിറ്റേ ദിവസം ജോലിയുണ്ടല്ലോ. പിന്നെ കുറേ ഞങ്ങൾ ഇവിടെ നിന്ന് ലഡു കണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കുറേ കുക്കീസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വീറ്റ്സ്. പിന്നെ അവിടുത്തെ മോളുടെ ബർത്ത്ഡേയുടെ കേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുറേ ചിറ്റാറ്റിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ബാക്ക് ഹോം. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
ഗായ്സ്, നമ്മുടെ ഈസ്റ്റർ പരിപാടികളൊക്കെ അങ്ങനെ അവസാനിച്ചു. ഇപ്പം ഞങ്ങൾ കസിൻ്റെ വീട്ടിലെ ഡിന്നറിനും പോയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാ കുക്കിങ്ങും ഞാനല്ല ചെയ്തത്. ബീഫ് പിന്നെ അപ്പമൊക്കെ മമ്മിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല. ബാക്കി ഞാൻ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈസ്റ്ററിന് കുറേ ഫുഡുകൾ ഉണ്ടാക്കി. അപ്പം, മുട്ടയുടെ കറി ഉണ്ടാക്കി, പിന്നെ ബീഫ് ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, അങ്ങനെ കുറേ കറികളുണ്ടാക്കി. പിന്നെ ഞങ്ങൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ലഡു ഉണ്ടാക്കി. നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടായിട്ട് ലഡു ഉണ്ടാക്കി. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഇപ്രാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈസ്റ്റർ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ സ്കേർട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടോ എങ്ങനെയുണ്ടെന്ന് പറയാം. സ്കേർട്ട് ഇത് കുറേ ഓൾഡ് സ്കേർട്ടാണ്. ഈ സ്കേർട്ടിൻ്റെ അല്ല ഈ ടോപ്പ്. ഈ ടോപ്പ് എനിക്ക് ചെറുതായിപ്പോയി. അപ്പോൾ ഞാനിതിൻ്റെ വേറൊരു ടോപ്പാണിത്. അപ്പോൾ ഇനി ഇത് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് മാച്ചാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇന്ന് കസിൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം വീഡിയോ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗിൽ കൂടെ വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.